മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ അടക്കമുള്ള ശിവസേന എംഎൽഎമാർ തുടരും. അയോഗ്യതാ പരാതികൾ പരിഗണിക്കണമെന്ന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. നിയമസഭാ കക്ഷിയിൽ ഉദ്ധവിന് ഭൂരിപക്ഷമില്ല എന്നും സ്പീക്കർ. പി ബസന്ത് ഡൽഹിയിൽ നിന്ന്. ബസന്ത്, എന്തായിരിക്കും ഉദ്ധവ് താക്കറെയുടെ അടുത്ത നീക്കം? മഹാരാഷ്ട്ര സ്പീക്കർ രാഹുൽ നവറേക്കറുടെ ഇപ്പോഴും റൂളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തായാലും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഈ അയോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരുമാനം ഏക്നാഥ് ഷിൻഡെ ആണ് യഥാർത്ഥ ശിവസേന എന്നുള്ള തന്നെയാണ് ഇത് ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏക്നാഥ് ഷിൻഡെ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പാർട്ടി നേതാവ് എന്നുള്ള നിലയ്ക്ക് ഉദ്ധവ് ഠാക്കറെയ്ക്ക് അധികാരമില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സ്പീക്കർ ചെയ്തിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം അതിന് പറഞ്ഞത്. ഒന്ന്, 2018 ഉള്ള ഭരണഘടന അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു തീരുമാനവും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 1999 ഭരണഘടന മാത്രമാണ് ഇപ്പോൾ ശിവസേനയെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമായിട്ടുള്ളത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ പാർട്ടി പ്രമുഖൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പാർട്ടി പ്രമുഖ അല്ലെങ്കിൽ പാർട്ടി തലവൻ എന്നുള്ള നിലയ്ക്ക് ഉദ്ധവ് ഠാക്കറെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അംഗീകാരമില്ല. രാഷ്ട്രീയ കാര്യോപദേശക സമിതിക്ക് മാത്രമേ അതിനുള്ള അധികാരമുള്ളൂ. അത് ചേരാതെ ഉദ്ധവ് ഠാക്കറെയുടെ താല്പര്യമാണ് പാർട്ടിയുടെ താല്പര്യം എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഏക്നാഥ് ഷിൻഡെ നീക്കിക്കൊണ്ടുള്ള തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കുന്നു. രണ്ടാമതായി ചീഫ് വിപ്പ് എന്നുള്ള നിലയ്ക്ക് സുനിൽ പ്രഭു എന്ന് പറയുന്ന ഉദ്ധവ് ഠാക്കറെ വിഭാഗത്തിൻ്റെ നേതാവ് വിളിച്ചു കൂട്ടിയ നിയമസഭാ കക്ഷി യോഗത്തിനും നിയമപരമായ അധികാരമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെ നിയമിച്ച വിപ്പ് വിളിച്ചു കൂട്ടിയ യോഗത്തിനാണ് നിയമപരമായി നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പൂർണ്ണമായും ഉദ്ധവ് ഠാക്കറെ വിഭാഗത്തിന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ സ്പീക്കറുടെ റൂളിങ്ങിലൂടെ വന്നിരിക്കുന്നത്. ഉദ്ധവ് ഠാക്കറെയ്ക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരാളെ നീക്കം ചെയ്യാനുള്ള അധികാരമില്ല എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടിയിലും നിയമസഭാ കക്ഷിയിലും ഭൂരിപക്ഷം ഏക്നാഥ് ഷിൻഡെയ്ക്കാണ് എന്നാണ് ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി ബസന്ത്.